മാഷേ, ED 3 സംസ്ഥാനങ്ങളിലെ 27 സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി. പക്ഷേ ഈ കൂട്ടത്തിൽ തന്ത്രിയുടെ വീട്ടിൽ പോയില്ല. അതെന്തുകൊണ്ടാണ്? ദുരൂഹമല്ലേ അത്? ED തന്ത്രിയുടെ വീട്ടിൽ പോയില്ല എന്നുള്ളതാണ് ആ ഒരു റെയ്ഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് 3 സംസ്ഥാനങ്ങൾ അതിൻ്റെ അകത്തായിരുന്നു ഒരേ സമയം റെയ്ഡ്. ഏതാണ്ട് 28 ഇടത്ത് റെയ്ഡ് നടത്തി. 8ഓളം സ്ഥാപനങ്ങൾ അതിനകത്ത് പങ്കുണ്ടെന്ന് കണ്ടു. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്വർണ്ണ ഉരുക്ക് സ്ഥാപനം ഇവിടുത്തെ സ്വർണം മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ പല അമ്പലങ്ങളിലെയും സ്വർണ്ണം ഉരുക്കുന്നത് ഇവനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെറുതെ വിട്ട മണിയെ വെറുതെ വിട്ട മണിയുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. പക്ഷെ തന്ത്രിയുടെ വീട്ടിൽ മാത്രം ED റെയ്ഡ് നടത്തിയില്ല. അതിനിപ്പം വരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആന്റോ MP ഇദ്ദേഹം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പൂട്ടിപ്പോയ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചത് പിൻവലിച്ചത് പത്തനംതിട്ട MP ആണെന്ന് അവിടുത്തെ ഇപ്പോഴത്തെ CPM ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗവും 10 കൊല്ലം ജില്ലാ സെക്രട്ടറിയായിട്ട് 3 ടേം ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന KP ഉദയഭാനു പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം വീണ്ടും വോയിസ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പോറ്റിയെ കയറ്റിയത്, നമ്മളായതൊക്കെ പറഞ്ഞത്, പോറ്റിയെ കയറ്റിയത് 2004 അന്ന് കയറിയതാണ് KC വേണുഗോപാൽ എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ അതേ റൂട്ടിൽ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ മെയിൻ ചാനൽ റിപ്പോർട്ട് ചെയ്തതുപോലെ നമ്മൾ പറഞ്ഞ കഥ ഇപ്പം പത്തനംതിട്ടയിൽ CPM നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനകത്ത് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ED അരിപ്പ വെച്ച് അന്വേഷിക്കുന്നിടത്ത് ഈ പറയുന്ന തന്ത്രി, ഇപ്പോൾ ഏറ്റവും അവസാനം തന്ത്രി 2.5 കോടി രൂപയാണ്, നിസ്സാര തുകയല്ല, ഒരിടത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വേറൊരു ആക്ഷേപമുണ്ട്. അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പൊളിഞ്ഞു പോയിടത്ത് ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തെ പറ്റി ഇദ്ദേഹം വെളി വന്നിട്ടില്ല. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി കേന്ദ്രം അല്ലെങ്കിൽ പറയുന്ന ഒരു ആക്ഷേപം ഇത് തന്നെയാണല്ലോ. പണം ഒളിപ്പിക്കാൻ, കള്ളപ്പണം ഒളിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സഹായമാകുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥാപനമാണ് നാട്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നുള്ള രീതിയുണ്ട്. കാരണം നമുക്കിപ്പോൾ സാറിൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, അവിടെ അവന്മാരോട് കൊണ്ടു കൊടുത്ത് അവന്മാർ 4 കെട്ടിലാക്കി പലരുടെ പേരിലാക്കി അത് സേഫ് ആക്കി പൈസ തന്നുകൊണ്ടിരിക്കും. പരിശോധിക്കുമ്പം നമ്മുടെ പേര് കള്ളപ്പണം അപ്പോൾ അതും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നിസ്സാര പൈസയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ശരാശരി പരിശോധിക്കുമ്പോൾ ശബരിമലയിലെ മാത്രം വരുമാനം അല്ലാതെ പല വരുമാനങ്ങളും, ശബരിമലയിലെ വരുമാനം അറിയാൻ ആൾക്കാർ കേൾക്കുമ്പോൾ പറയും, നമ്മൾ പറയാൻ തെറ്റാണ്. ശബരിമലയിലെ ഒരു കൊല്ലത്തെ മേൽശാന്തിയുടെ വരുമാനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രാവശ്യത്തെ വരുമാനം 450 കോടി രൂപയാണ്. അതിനകത്ത് നടവരവ് വരുമാനം ഏതാണ്ട് 100 കോടി രൂപ വരുന്നുണ്ട്. ഇത്രയും വരുമാനം തന്നെ ഉണ്ട് സാറേ മേൽശാന്തിക്ക്. നിങ്ങൾക്കറിയാൻ വേണം, ഈ നടവരവെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിടുന്ന പണവും സ്വർണവും മറ്റതും മറിച്ചതും ഒക്കെയാണ്. ഈ പണവും സ്വർണവും ഭണ്ഡാരത്തിലിടാതെ ഈ വിശ്വാസികൾ, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവർ, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, കർണാടകത്തിൽ നിന്നുള്ളവർ, അവരൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ അതിനകത്ത് അയ്യപ്പനെ ഒരു പാർട്ണറാക്കി വെച്ചേക്കുകയാണ്. ആ ബിസിനസ്സിനകത്ത് ലാഭത്തിനകത്ത് ഒരു വീതം അയ്യപ്പനുള്ളതാണ്. ഇവിടെ അവർ വന്ന് തൊഴുതിട്ട് പോകുന്ന അടുത്ത ഒരു കൊല്ലത്തെ വീതം കൊണ്ട് അവർ വരുന്നത് കോടികൾ കാണും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടത്തെ കൂട്ടുള്ള വ്യവസായികളല്ല കർണാടകത്തിൽ തമിഴ്നാട്ടിലൊക്കെ. നമ്മൾ ഇവിടത്തേക്ക് നമ്മൾ ഇവിടെ ഒരു 10-30 കോടിയുള്ളവരും 100 കോടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവൻ നമ്മളങ്ങ് ഭയങ്കര, അവിടെ 10, 3000, 4000 കോടി രൂപയുള്ള നിസ്സാര ബിസിനസ്സുകാരൻ, അതിനപ്പുറമുള്ള വലിയ ബിസിനസ്സുകാരൻ. അപ്പോൾ ഈ വലിയ ബിസിനസ്സുകാരനാണ് ഇവിടെ വരുന്നത്. ഈ പൈസ ഭണ്ഡാരത്തിൽ ഇടാതെ, ഒരുപക്ഷെ ഭണ്ഡാരത്തിൽ ഇടണമെന്ന് ഡയറക്ഷൻ കൊടുക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് പോലും, അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നവർക്ക് ഒരു 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞ ഈ നിൽക്കുന്നവർക്ക് ഒരു 50,000 രൂപ വെച്ച് മേൽശാന്തി കൊടുക്കുന്നു. ഇവിടെ 10 രൂപ ഒരുക്കാരുണ്ട് ഈ ഭണ്ഡാരത്തിൻ്റെ വട്ടം. അവരാ പറയുന്നത്, സ്വാമി ഇവിടെ ഒരു സ്വാമി ഇവിടെ, അവർ പറയത്തില്ല, അങ്ങോട്ട് ഇറങ്ങോളാൻ പറയും. ഇത് മൊത്തം കിഴി മൊത്തം ചെന്ന് ഭഗവാന്റെ കാൽക്കൽ വീഴും, നോട്ടുകെട്ടുകൾ വീഴും, നാണയങ്ങൾ വീഴും. ഇത് തൂത്തിവാരിടുമ്പോൾ കോടികൾ കാണും. അപ്പം അതിനകത്ത് ഒരു വീതം പോലീസുകാരനും ഉണ്ട്, പോലീസിനും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ. അപ്പോൾ ഇതേ രീതിയിലുള്ള കാര്യം. അപ്പം അവിടെ ഞാൻ ഈ കോടികളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇതുകൂടാതെ റൂമിനകത്തിരുന്ന് പിരിവുണ്ട്. അതാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു IPS ഓഫീസർ, അവിടുത്തെ വിജിലൻസിന്റെ ആറുള്ള IAS കാരൻ പറഞ്ഞത്, ലക്ഷങ്ങൾ നെറ്റിയിൽ 1 രൂപ കോയിൻ ഒത്തിച്ച് വെച്ചിട്ട് ആൾക്കാരെ ഇരുത്തി അനുഗ്രഹം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ, 10 ലക്ഷത്തിൽ കുറയാത്ത തുകയാണ് 1 രൂപ നാണയം നെറ്റിച്ചൊട്ടിച്ച് കൊടുക്കുമ്പോൾ കൊടുക്കും. ആ കച്ചവടം ഞാൻ അവിടെ പോയി നേരിട്ട് നിർത്തിച്ചാണ്. അതായത് തന്തിയും മേൽശാന്തിയും കൂടെ ഇതുപോലുള്ള കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വരുന്നത് ഈ ഒരു 2.5 കോടി രൂപയുടെ 2 അക്ഷയമാണ് ഇവിടുന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം അദ്ദേഹത്തെ പറ്റി വരുന്നത്, ഇദ്ദേഹത്തിന് മദ്യ വ്യവസായത്തിൽ പോലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ, പല മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ SIT ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്, ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ
തന്ത്രിയുടെ ഇടപാട് ആ മദ്യ വ്യവസായത്തിൽ പോലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് അത്തരത്തിലുണ്ടെന്നുള്ള രീതി വരുന്നു. ആ രീതിയിലേക്ക് ഒരു ബിഗ് ഷോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ 1500 അമ്പലം, 150ഓളം രാജ്യങ്ങൾ ഇതിൻ്റെ താന്ത്രിക കയ്യിലാണ്. താഴ്മൺ മഠത്തിൻ്റെ കയ്യിലാണ് ഭൂരിഭാഗം അമ്പലങ്ങളുടെ താന്ത്രികം ഉള്ളത്. അതായത് ഒരു ദിവസത്തെ വരുമാനം ശബരിമല കൊള്ള നടത്തിയില്ലെങ്കിൽ പോലും ശരാശരി നമ്മൾ പരിശോധിക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. ശബരിമലയിൽ പിന്നെ ഇപ്പോൾ ശ്രീകോവിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുള്ളിയിലെ CCTV പോലെ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വീഴുന്ന തുകയും അതിനകത്ത് വരുന്ന കാര്യങ്ങളും അവിടെ വരുന്ന ആൾക്കാരെയും പുള്ളി ഡയറക്റ്റ് ഈ സീസൺ മൊത്തം പുള്ളിയോടെ ഉണ്ട്. മനസ്സിലാവും. നമ്മുടെ ഒക്കെ അമ്പലത്തിലെ താന്ത്രികം പുള്ളിയുടെ ഇവർക്കാ ഈ അല്ലെങ്കിൽ താഴ്മൺ മഠത്തിനാണ്. 10 ദിവസം പോലും ഒരു ദിവസം പോലും അമ്പലത്തിൽ വരത്തില്ല. വേറെ ഏതെങ്കിലും പുള്ളി പറയുന്നതാണല്ലോ, തന്ത്രി പറഞ്ഞു വിടുന്ന ആളാ പിന്നെ താന്ത്രികം. ഇതെല്ലാം ഉള്ള അവകാശം വരാം. പുള്ളി വരണമെന്നില്ല. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരാൾ ദൂതം വന്നാൽ മതി. അപ്പൊ നമ്മുടെയൊക്കെ അമ്പലങ്ങളിൽ ദൂതനാ വരുന്നത്. പുള്ളി ശബരിമലയിൽ പോയി അവിടെ ഇരിക്കും. കാരണം അവിടെ ആകുമ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഇത് ഇദ്ദേഹത്തെ പറ്റി ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പം ED എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ED ഈ വിഷയം എത്ര ദിവസം മുമ്പാണ് എടുത്തത്? നമ്മൾ കണ്ടല്ലേ, റെയ്ഡിന് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് എടുത്തിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നാൽ ഇത്രയിടത്തും റെയ്ഡ് ചെയ്തത്. അതിനകത്ത് അദ്ദേഹം 35ഓളം പേരെ നമ്മൾക്കറിയാവുന്ന രീതിയിലല്ലേ പറഞ്ഞു. ഇതിനകത്ത് പ്രതികളുണ്ടെന്ന്, 11 പേര് അകത്ത് കിടക്കുന്നതിന് അപ്പുറമുണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് വലിയ വലിപ്പമുണ്ട്, കാർട്ടിലുണ്ട്. അതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ ഈ കാർട്ടിൽ അന്വേഷിക്കുന്നത് CBI വരണം. ED സാമ്പത്തിക സ്രോതസ്സില്ലേ സാറേ അന്വേഷിക്കേണ്ടത്? അന്വേഷിക്കണമെങ്കിൽ സാറിന് ഇടപെട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്രശാന്ത് മാഷേ. ഇതിനകത്ത് ഈ SITയുടെ ഒരു കളിയുണ്ട്. P. ശശിയാണ് ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആഭ്യന്തരം മുഴുവൻ P. ശശിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പരിശോധന SIT നടത്തി, ഒരു റെയ്ഡ് നടത്തി. ഇത് കേസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. വാസ്തവത്തിൽ തന്ത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. തന്ത്രിയുടെ മാഷ് പറഞ്ഞത് ശരിയാണ്, കോടിക്കണക്കിന് വരുമാനമുണ്ട്. അത് പക്ഷേ വേറൊരു കേസാണ്. ദ്വാരപാലക വിഗ്രഹങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികളും മാറ്റി ചെമ്പാക്കിയ കേസുമായിട്ടല്ല ബന്ധം. നടവരുവ ഈ പറഞ്ഞ പോലെ വ്യവസായികൾ കൊടുക്കുന്ന അങ്ങനെ സമ്പാദ്യമാണ്. അതിലേക്ക് ഡൈവേർട്ട് പോയത് കേസിൻ്റെ കോൺസെൻട്രേഷൻ ഫോക്കസും അങ്ങ് പോവാണ്. ഈ കാട്ടുകള്ളന്മാരാരാ? ദേവസ്വം ബോർഡിലിരുന്ന ആൾക്കാർ, വ്യക്തമാണ്. ഒന്നാമത്തെ അത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണെന്നുള്ളത് സത്യം. അത് പിന്നത്തെ കാര്യം. ഇവരെ ആദ്യം ഫിക്സ് ചെയ്ത ശേഷം വേണ്ട തന്ത്രിയിലേക്ക് പിന്നെ പോകാൻ. ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ SIT ആകെ കൊഴാമറി പരുവത്തിലാണ്. ഒരു കുറ്റപത്രം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരായിട്ട് പുറത്തേക്ക് 90 ദിവസം കഴിയുന്ന മുറക്കി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ദൗർബല്യം വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമോ, ഒരു സംശയമാണിത്. ED ഇങ്ങനെ അവിടെ പോകാതെ ഇവിടെ മാത്രം ഫിക്സ് ചെയ്ത് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കുമോ? സംശയം. ആ കാരണം തന്ത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേസ് ഡൈവേർട്ട് ചെയ്ത് പോവാം. അല്ലല്ല, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഇടപെടിയിലുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്ന ആൾക്കാർ വരാത്തത്. അതുകൊണ്ടാണ് കേന്ദ്രം വളരെ രഹസ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടപെട്ടത്. കേന്ദ്രം റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ പണം അട്ടിമറിക്കാതെ അവർക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്തുനിന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് നോട്ട് ചെയ്ത് വേറെ ഏജൻസിക്ക് കൊടുക്കാം ആധികാരികമായിട്ട്. അതുപോലെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചപ്പോൾ ഈ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുവദിക്കാത്ത ആൾക്കാർ, ഒരുപക്ഷെ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഇത് കടൽ കടത്തിയിട്ടുള്ള ആ രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനിപ്പോൾ ആ രീതിയിൽ അന്വേഷിക്കണം. അതിൻ്റെ ഗൂഢാലോചന വലിയ വലുപ്പത്തിലാണ് CBIക്ക് വരാം, അല്ലെങ്കിൽ അതിനപ്പുറം ഇന്റർപോളിന് വരാം. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ED ഇവിടുന്ന് ഇത് കളക്ട് ചെയ്തു, മാസങ്ങൾക്ക് മുമ്പ് കളക്ട് ചെയ്തു. ഇവിടുത്തെ സർക്കാരിൻ്റെ ചോദിച്ചോ പറഞ്ഞ് തരാൻ പറ്റത്തില്ല, ഞങ്ങൾ നല്ലതുപോലെ അന്വേഷിക്കുന്നത് ആരാ ഈ ഡീറ്റെയിൽസ് കോടതി പറഞ്ഞ് കൊടുക്കുക, അവരന്വേഷിക്കട്ടെ. അവരെ അന്വേഷിച്ചതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണല്ലോ വന്നത്. അതായത് EDക്ക് ഒരു കേസ് സാറിൻ്റെ പേരിൽ അന്വേഷിക്കണമെങ്കിൽ ചുമ്മാതെ വന്ന് കേസ് എടുത്തിട്ട് അങ്ങ് അകത്തിട്ടിട്ട് അന്വേഷിക്കുമല്ല. സാറിൻ്റെ പേരിൽ ആരോപണം പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് എവിഡൻസ് വെച്ച് തെളിയിച്ച് സാറിനെ ബോധ്യപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ED കേസുകൾ ജാമ്യം കിട്ടാൻ പാടുവരുന്നത്. മനസ്സിലായോ? ED കേസുകൾ അത് തീർന്നു എന്ന് വേണം പറയാം. അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കേസ് തീർന്നു എന്ന് വേണം പറയാം. പിന്നെ അത് അല്ലെന്ന് തെളിയിക്കേണ്ട ആളാ സാറ്. അത് വലിയ പാടുവാ. അതേ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ സാമ്പത്തികം. അപ്പം ആ രീതിയിൽ എടുക്കുന്നതിന് വേണ്ടി ഇത് മറ്റേടം എല്ലാം അന്വേഷിച്ചപ്പം ഇത്രയും നിഗൂഢമല്ല, ഈസിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. തന്ത്രിയുടെ അന്വേഷിച്ചപ്പം വിശാലമായിരിക്കും, കോടികളായിരിക്കും. ഇതുപോലെ ഇപ്പോൾ അറിഞ്ഞു വരുന്നത് പോലെ എവിടെല്ലാം ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അതായത് വലിയ വലിപ്പത്തിൽ സാമ്പത്തിക ക്രമക്കേടും വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളും അല്ലെങ്കിൽ അത്തരം 30 കോടിയാ നമ്മുടെ ഇവൻ അടിച്ചുകളിക്കാരൻ്റെ പേര് ED കണ്ടെത്തിയത്. ഏതാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നടത്തുന്ന ഇയാളുടെ പേരിൽ എത്ര കാണും? അതായത് ആയിരക്കണക്കിന് കോടി രൂപയുടെ
ഇടപാടുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് വിചാരിക്കേണ്ടി വരും. അപ്പം അതിന് 3 സംസ്ഥാനങ്ങളിലും 28 8 സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടെത്തിയതിനപ്പുറം ഒരു അന്വേഷണം ഇദ്ദേഹത്തിന്റെ പേരിൽ വരണമെന്നാണ് വിചാരിക്കേണ്ടത്. തീർച്ചയായിട്ടും അതെ. അല്ല, വരണമെന്നല്ല, അതിന് അത്ര തയ്യാറെടുപ്പോട് കൂടി ഈട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മാറ്റി നിർത്തിയത്. അല്ലെ, സത്യസന്ധനായിട്ടല്ല. ഇനിയും ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ED ഒരു വരവ് വരും എന്നാണ് ഇതിനകത്തൊന്ന് വിചാരിക്കുന്നത്. വരണം എന്ന് മാത്രമല്ല, ശബരിമലയിൽ നിന്നായാലും ശ്രീകോവിലിൽ നിന്നായാലും ശരി, ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളായാലും ശരി, അവിടെ നടവിട്ടിറങ്ങുമ്പോൾ അവർ സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തണം. ശരീരത്തൊക്കെ വലിയ കമ്പനികളും ഫാക്ടറി CISFകാർ ചെക്ക് നടത്തുമല്ലോ. പോക്കറ്റ് വല്ലതും ഉണ്ടോ, ശരീരത്തെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, മടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ, മുഴുവൻ പരിശോധിച്ച് സ്കാൻ ചെയ്തേ വിടാൻ പാടുള്ളൂ. കാരണം ഇവിടെ കാണിക്കയായിട്ട് കൊടുക്കുന്നത് തന്ത്രിക്ക് കൊണ്ടുപോകാനുള്ളതല്ല, ദക്ഷിണയായിട്ട് കൊടുക്കുന്നു, അദ്ദേഹം കൊണ്ടുപോകാൻ പാടില്ല. ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ വരുമാനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം സുഖമായിട്ട് ജീവിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ഈ മാതിരി ഭക്തന്മാരുടെ സംഭാവനയായിട്ട് കിട്ടുന്നതും ശബരിമലയിലുള്ള വിശ്വാസം കൊണ്ട് കൊടുക്കുന്നതും തന്ത്രിക്കടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല. മറ്റേത് കേസായിട്ട് തന്നെ അന്വേഷിക്കുകയും വേണം. കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ദൗത്യമല്ല, മറിച്ച് ശിക്ഷിക്കാനുള്ള ദൗത്യമാണ് SIT ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ അവർ നടത്തുന്ന ദൗത്യം അവിടുത്തെ കുറ്റവാളികളെ രക്ഷിക്കാനുള്ളതാണോ എന്ന് കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചു. ജനങ്ങൾ അങ്ങനെ സംശയിക്കുന്നു എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ നിഴൽ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് സംശുദ്ധിയോടുകൂടി ഈ കുറ്റവാളികളെ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഓരോരുത്തരെയായിട്ട് പുറത്തേക്ക് അയക്കാനുള്ള മണ്ടത്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ഉദ്യമങ്ങളിലേക്ക് പേടിച്ച് അങ്ങനെ പോവേണ്ട കാര്യമില്ല. കോടതി പറഞ്ഞത് അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ദൗത്യം ആണ് ഭക്തന്മാർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.